നമസ്കാരം. കോവിഡ് വ്യാപനം തുടരുകയാണ്. ഇതിൽ പരിഭ്രാന്തിയല്ല വേണ്ടത്, നമുക്ക് ജാഗ്രത വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. COVID-19 മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗമാണ്. നമ്മുടെ ശരീരത്തിൽ കോവിഡ് എത്തണമെങ്കിൽ അതിന് പ്രധാനമായിട്ട് 2 വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ മൂക്ക്, മറ്റേ നമ്മുടെ വായ, പിന്നെ അവിടത്തേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കൈകൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ഥിരമായിട്ട് മാസ്ക് ധരിക്കുക എന്നുള്ളതും കൈകൾ ശുചീകരിക്കുക എന്നുള്ളതും അകലം പാലിക്കുക എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് SMS, അതായത് സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഈ 3 കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായി പറയുന്നത്. ഈ അടുത്ത് ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയൊരു പഠനമുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ത്വക്കിന്റെ മുകളിൽ വൈറസിന് 9 മണിക്കൂറിൽ കൂടുതൽ നിൽക്കാൻ പറ്റുമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ 9 മണിക്കൂർ ഈ വൈറസ് നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ വേണ്ടി പറ്റുന്ന, നമ്മൾ മറ്റൊരു പ്രതലത്തേക്ക് തൊട്ട് കഴിഞ്ഞാൽ അവിടെ വൈറസ് വരികയാണ്. പക്ഷേ ഈ വൈറസിനെ നശിപ്പിക്കാൻ വെറും 10 സെക്കൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ 20 സെക്കൻഡ് കൈകൾ സോപ്പിട്ട് കഴുകുകയോ കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ വൈറസ്. എന്നാലും നമ്മൾ അത് ചെയ്യാൻ ചിലപ്പോൾ മടിക്കാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രതലത്തിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്ര വട്ടം പരമാവധി പ്രാവശ്യം നമുക്ക് കൈകൾ കഴുകാൻ പറ്റുമോ, നമുക്ക് സാനിറ്റൈസ് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒക്ടോബർ 15 ഗ്ലോബൽ ഹാൻഡ് വാഷ് ഡേ. നമ്മുടെ കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട സമയം, നമ്മളും തുടരേണ്ട സമയമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക? എല്ലാ വീടുകളിലും ആരെങ്കിലും അകത്തോട്ട് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ കൈകൾ കഴുകി മാത്രം പ്രവേശിക്കുക, സോപ്പിട്ട് കഴുകി മാത്രം പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സജ്ജീകരണം ഒരുക്കുക. കാരണം നമ്മുടെ വീട്ടിലേക്ക് വൈറസ് എത്തിക്കുന്നത് നമ്മളാണ് എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നവരാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഹാൻഡ് വാഷ് സൗകര്യം ഒരുക്കുക. എത്ര പരമാവധി സ്ഥലങ്ങളിൽ ഹാൻഡ് വാഷ് സൗകര്യം ഒരുക്കാൻ പറ്റുന്നു അതിന് സന്നദ്ധ സംഘടനകൾക്കും മറ്റ് ഏതൊക്കെ രീതിയിൽ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ അവരെല്ലാം ഹാൻഡ് വാഷ് സൗകര്യങ്ങൾ എല്ലായിടത്തും കൊടുക്കുക. സോപ്പാണോ സാനിറ്റൈസർ ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോപ്പ് തന്നെയാണ് നല്ലത്. പക്ഷെ എല്ലായിടത്തും സോപ്പ് ലഭ്യമാക്കുന്നതിന് ബുദ്ധിമുട്ടും ഹാൻഡ് വാഷ് സൗകര്യം ഒരുക്കുന്നതിന് ബുദ്ധിമുട്ടും കൊണ്ടാണ് നമ്മൾ സാനിറ്റൈസേഴ്സ് പറയുന്നത്. 20 സെക്കൻഡ് കൈകൾ ശുചീകരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ വൈറസ്, ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ, ജീവന്റെ വിലയുള്ള ജാഗ്രത പുറത്തുക. കേരളത്തിന് ഇനി തീവ്ര ജാഗ്രതയുടെ കാലമാണ്. ജീവന്റെ വിലയുള്ള ജാഗ്രതയുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗോള കൈകഴുകൽ ദിനത്തിന്റെ പ്രസക്തി ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് കൂടുതൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് കൈകൾ കൃത്യമായി തന്നെ കഴുകാം, ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാം, ശാരീരിക അകലം കൃത്യമായി തന്നെ പാലിക്കാം. അങ്ങനെ കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ച് അണിചേരാം. നമ്മൾ തുടക്കം മുതൽ വലിയ പ്രാധാന്യത്തോടെ കൈ കഴുകുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ ജാഗ്രത കുറഞ്ഞു പോയെങ്കിൽ അത് വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട സമയമാണെന്ന് ഈ കോവിഡ് കണക്കുകൾ, ഓരോ ദിവസവും കൂടി വരുന്ന കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശദമായി തന്നെ ഇന്ന് കോവിഡിൽ ഇനി മുന്നോട്ടുള്ള ജാഗ്രതയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് ഡോക്ടർ അമരസ് വെറ്റിൽ, COVID-19 സംസ്ഥാന നോഡൽ ഓഫീസർ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുകയാണ്. ഡോക്ടർ കൃഷ്ണകുമാർ, ഇംഹാൻസ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം ഡോക്ടർ പവൻ, IMA തൃശൂർ സെക്രട്ടറി, തൃശൂർ സ്റ്റുഡിയോയിലും ചേരുന്നു. 3 അതിഥികൾക്കും മുന്നോട്ടിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡിനോടുള്ള പോരാട്ടം കടുപ്പിക്കേണ്ട ദിവസങ്ങളാണ്. പ്രത്യേകിച്ചും 10,000 കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും വലിയ കണക്കുകൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഒരു വശത്ത്. അവിടെ ഈ ജനങ്ങളുടെ ഭാഗത്തുള്ള ജാഗ്രത കുറവിലേക്ക് വരുമ്പോൾ ഈ കിട്ടിയ ഇളവുകൾ അത് ദുരുപയോഗം ചെയ്തതിലൂടെ ഉണ്ടായൊരു വലിയ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എങ്ങനെയുള്ള ചിട്ടയുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്? ലോക്ക്ഡൗൺ ഇളവുകൾ സംഭവിച്ചപ്പോൾ ആളുകൾ കൂടുതൽ ഇത് നിസ്സാരവൽക്കരിക്കുകയും അതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10,000-ഓടടുപ്പിച്ച് ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും 10,000-ഓടടുപ്പിച്ച് കേസുകൾ ഏകദേശം എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനി തീർച്ചയായും ഇതിലും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ വരും ദിവസങ്ങളിൽ. ഇതിൻ്റെ എല്ലാം കാരണം പറയുകയാണെങ്കിൽ ലോക്ക്ഡൗൺ സമയത്ത്, അല്ലെങ്കിൽ തൃശ്ശൂരിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ സമയത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ എല്ലാം വളരെ ഒരു ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു. കൊറോണ എന്നൊരു പുതിയ രോഗം നമ്മുടെ നാട്ടിൽ അപ്രതീക്ഷിതമായി വരുന്നു. അതേ തുടർന്ന് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള വലിയൊരു ഭീതി ഉണ്ടായി. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന എല്ലാ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങളെല്ലാം ജനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ലോക്ക്ഡൗണിൽ പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഉള്ള ഒരു ഗുണം, നമ്മൾക്ക് കേസുകൾ ആ സമയത്ത് പിടിച്ചു നിർത്താൻ സാധിക്കുകയും ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ആശുപത്രികളിലും മറ്റുമുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി റിസോഴ്സസ് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് ലഭിച്ചു. പക്ഷേ ലോക്ക്ഡൗൺ കഴിഞ്ഞ് വരും തോറും
എടുത്തു പറയേണ്ട രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാം കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കേസുകൾ നല്ല രീതിയിൽ ആദ്യ ഭാഗങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചപ്പോൾ ജനങ്ങൾക്കൊരു തോന്നലുണ്ടായി ഈ കൊറോണ ഒരു വലിയ സംഭവമല്ല, കൊറോണ ബാധിച്ചാലും വേണമെങ്കിൽ ഒന്ന് വന്നു പോട്ടെ, ഒരു ചെറിയ ജലദോഷപ്പനി പോലെ വരുന്നുള്ളൂ, ഇനിയിപ്പോൾ വന്ന് ബാധിച്ച് മരണം സംഭവിച്ചാലും അത് പ്രായമായ ആളുകളിലാണ് കൂടുതലായിട്ടും ബാധിക്കുക, ചെറുപ്പക്കാരിലൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് വന്നു പോട്ടെ എന്നുള്ള സാഹചര്യം വരെ വന്ന് നിന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മാർഗങ്ങളിൽ ചെറിയൊരു അലംഭാവം ഉണ്ടാവുകയും അതേ തുടർന്ന് ധാരാളം കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഓണത്തിൻ്റെ സമയത്തും മറ്റ് വിശേഷ ദിവസങ്ങളിലുമെല്ലാം നമ്മൾ കൃത്യമായി ആരോഗ്യവകുപ്പ് പറയുകയുണ്ടായി കൂട്ടം കൂടരുത് അങ്ങനെയുള്ള ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം ജനങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ തുടർന്നാണ് IMA ഭാരവാഹി എന്ന നിലയിൽ IMA ഈ അടുത്തിടയ്ക്ക് പറയുകയുണ്ടായി ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കൊറോണ അല്ലെങ്കിൽ പകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ആളുകൾ കൂട്ടം കൂടി വരുമ്പോഴും മാസ്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാതെ വരുമ്പോഴുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ആരോഗ്യ അടിയന്തര. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ജനങ്ങളുടെ അനിയന്ത്രിതമായ ഒരു കൂട്ടം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലപ്പോഴും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സമരങ്ങൾ വരെ ഉണ്ടായി, പോലീസ് ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരെ ഉണ്ടായി, അനാവശ്യ ജനക്കൂട്ടങ്ങൾ. ഇതെല്ലാം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടിയിരുന്നതായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അതിൻ്റെ എല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇനി അത് തടയാൻ വേണ്ടി ഇനിയും വൈകിട്ടില്ല, നമുക്ക് ഇനിയും തടയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തെ ഒട്ടും വൈകാതെ തന്നെ ഗവൺമെന്റും വളരെ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുകയുണ്ടായി, 144 പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇത് എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് ജനങ്ങൾ ഈ 144 മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അനാവശ്യ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ? കാരണം കൊറോണയ്ക്ക് അറിയില്ല കല്യാണമാണോ അതോ മരണമാണോ അതോ മാർക്കറ്റിൽ ആളുകൾ സാധനം വാങ്ങിക്കാൻ നിൽക്കുന്നതാണോ എന്ന് കൊറോണയ്ക്ക് അറിയില്ല. കൊറോണയുടെ ഏക ഉദ്ദേശം പടരുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത് നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത് പടരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻനിർത്തി ചെയ്യേണ്ടതാണ്. പക്ഷേ ജനങ്ങളിലും ഇപ്പോഴും എടുത്തു പറയട്ടെ, വളരെ അലസമായ അല്ലെങ്കിൽ ഒരു വളരെ ഈസിയായ മട്ടിലാണ് ജനങ്ങൾ ഇപ്പോഴും കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയാലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടത്തിൽ പോകേണ്ടി വന്നാൽ തന്നെ അവിടെ എല്ലാം ജനങ്ങൾ ഇപ്പോഴും കൂട്ടം കൂടുന്നതും വരി തെറ്റിക്കുന്നതും ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നതും മാസ്ക് ഉപയോഗിക്കാത്തതുമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിലും കൂടുതൽ ബോധവൽക്കരണം എങ്ങനെ കൊടുക്കാൻ സാധിക്കുക? കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും IMA പോലുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും നമ്മൾ പറ്റുന്ന രീതിയിൽ, മാക്സിമം പറ്റുന്ന രീതിയിൽ, കേരളത്തിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, ഇതുപോലെ TV ചാനൽസ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എങ്കിൽ പോലും ജനങ്ങളിലേക്ക് ഈ ആശയം കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മനോഭാവത്തിലാണ് ഇനിയൊരു വ്യത്യാസം വരുത്തേണ്ടത്. കാരണം ജനങ്ങൾ ഇതിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും കാര്യമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. രോഗം അതിന്റെ മൂർധന്യത്തിലാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ഐസൊലേഷൻ, ക്വാറന്റൈൻ. അതൊക്കെ ഐസൊലേഷൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ, ഇപ്പോൾ വീടുകളിലേക്ക് ചികിത്സ മാറുമ്പോൾ ഗൃഹചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? ആ ഒരു റിപ്പോർട്ട് കൂടി കാണാം, അതിലേക്കും വരാം. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീടുകൾ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാവുകയാണ്. സംസ്ഥാനത്തെ നിലവിലെ രോഗബാധിതരിൽ 50% പേരെങ്കിലും വീടുകളിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രിവാസത്തിന്റെ ഏകാന്തതയും മാനസിക സമ്മർദ്ദവുമില്ലാതെ കുടുംബാംഗങ്ങളെ കണ്ട് വേഗത്തിൽ രോഗമുക്തരാകാൻ സഹായിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രോഗിക്ക് പ്രത്യേകം ശുചിമുറി ഇല്ലെങ്കിൽ പൊതു ശുചിമുറി രോഗി ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കുക. ഓരോരുത്തരും ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും ശുചിമുറി 1% വീര്യമുള്ള ബ്ലീച്ചിംഗ് ലായനി ഉപയോഗിച്ച് വൃത്തിയാക്കുക. രോഗിയും കുടുംബാംഗങ്ങളും വീട്ടിനുള്ളിൽ ട്രിപ്പിൾ ലെയർ മാസ്ക് ധരിക്കുക എന്നീ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഗൃഹചികിത്സയിൽ കഴിയുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, മരുന്ന്, ആരോഗ്യ നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ശ്വാസതടസ്സമോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പറും കൊടുത്തിരിക്കും. അപ്പോൾ ദിവസത്തിന് 2 നേരം അവർ കോൺടാക്ട് ചെയ്യും. കഴിക്കേണ്ട മെഡിസിൻസ് അതൊരു പ്രിസ്ക്രിപ്ഷനായിട്ട് തന്നെ അവർക്ക് കൊടുക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കിറ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കും. കോളനി പോലുള്ള സ്ഥലപ്രദേശങ്ങളാണെങ്കിൽ, മറ്റേ ഫോണിൻ്റെ സംവിധാനം ഇല്ലാത്തവരാണെങ്കിൽ യൂഷ്വലി ഇവരെ നേരിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിന് നമുക്ക് മറ്റൊരു സംവിധാനം നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും.
കൊല്ലം ജില്ലയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞും 90 വയസ്സുകാരിയും ഉൾപ്പെടെ 700ഓളം പേർ ഇതുവരെ ഗൃഹചികിത്സയിൽ രോഗമുക്തി നേടി. ഡോക്ടർ പവൻ ദീർഘവീക്ഷണത്തോടെയുള്ള വലിയ ഇടപെടൽ, അതാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയും ഓരോ രോഗിയും സ്വയം ആരോഗ്യ പ്രവർത്തകരായി മാറുകയും സമൂഹത്തിന് തന്നെ മാതൃകയാവുകയും കുടുംബത്തിന് തന്നെ കൈത്താങ്ങായി അവർ തന്നെ മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നുള്ളത് നമ്മുടെ കേരള സമൂഹം കേട്ടു. ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് കൂടുതൽ രോഗികളാകുന്നൊരു സാഹചര്യവും അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ടുകളിലൂടെ വരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ കേരളം ഇതിനെ പ്രതിരോധിച്ച രീതി, കേരള മോഡൽ, അതോടൊപ്പം ഇനി എത്ര നാൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും, അതിനോട് കൂട്ടിച്ചേർക്കേണ്ടതും മറ്റെന്തൊക്കെയാണ്? താങ്കൾ നേരത്തെ ആരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഡോക്ടർ പവൻ? കേരള മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും വളരെ നല്ല രീതിയിലാണ് ഇത് ആരംഭിച്ചതും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പക്ഷേ കേരള മോഡലിൽ സർക്കാർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് പറ്റുന്ന ഒരു പിശക് ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് പറയാൻ നമ്മൾ മടി കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം പൊതുജനങ്ങളാണ് ഇനി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും, ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഡോക്ടർമാർ മുതൽ നഴ്സുമാർ മുതൽ ആശാ വർക്കേഴ്സ് പോയിട്ട് പോലീസുകാർ ഉൾപ്പെടെ എല്ലാവരും ഞാൻ ആരോഗ്യ പ്രവർത്തകർ എന്ന് വിളിക്കുകയാണ്. കാരണം പൊതുജന ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവരെല്ലാവരും. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാവരും ഇതിനു വേണ്ടി ഒന്നായി ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് മറ്റു പല സംഘടനകളും ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഇതിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ളൊരു പോരായ്മകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളതാണ് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വീക്ഷണം. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ, പിന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മളുടെ ചെറിയൊരു നാട്ടിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് നമ്മളത് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാൻഡമിക് അല്ലെങ്കിൽ ഈ മഹാമാരി സിറ്റുവേഷനെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ഉള്ള ഹ്യൂമൻ റിസോഴ്സസും ഉള്ള സജ്ജീകരണങ്ങളും ആശുപത്രി സൗകര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ കോവിഡ് മാനേജ് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സർക്കാരും സർക്കാർ ആശുപത്രികളും സർക്കാർ മെഡിക്കൽ കോളേജുകളും തന്നെയാണ്. ഇതിൽ ഇനി നമുക്ക് മുൻപോട്ട് വേണ്ടത് കൂടുതൽ പ്രൈവറ്റ് ആശുപത്രികളുടെ സഹകരണമാണ് വേണ്ടത്. അതിനായിട്ട് IMAയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളുമായി നിരന്തരം മീറ്റിങ്ങുകൾ വിളിക്കുകയും അവരെ ഇതിനോട് യോജിപ്പിക്കുവാൻ വേണ്ടിയിട്ടും കൊറോണയായിട്ട് സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്നതിനും കൊറോണ കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരവധി തവണ അവരായിട്ട് സൂചിപ്പിക്കുകയും പല മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ പ്രൈവറ്റ് ആശുപത്രികൾ ഇതുവരെ സഹകരിച്ചു പോകുന്നു. എങ്കിലും ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള സഹകരണം ആവശ്യമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ 10,000-ഓളം കേസുകൾ വെച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ മുൻപ് നമ്മൾ എല്ലാ കേസുകളും ഈ പറഞ്ഞ ആശുപത്രികളിൽ അല്ലെങ്കിൽ CFLTCയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചികിത്സിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുഴപ്പമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത കേസുകൾ ഒരു പരിധിവരെ നമുക്ക് വീട്ടിൽ മാനേജ് ചെയ്യാവുന്ന സിറ്റുവേഷനിലേക്ക് ആക്കുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ മാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന മാസങ്ങളിലേക്കും പല പല മോഡിഫിക്കേഷൻസ് നമ്മൾ ഈ പറഞ്ഞ മോഡൽ വരുത്തേണ്ടതായിട്ട് വരും. കാരണം നേരത്തെ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുക. തീർച്ചയായും നമ്മൾ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള റീഅറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഗവൺമെന്റിനോടൊപ്പം തന്നെ പ്രൈവറ്റ് മേഖലയും കൂടി ഈ മോഡലിനോട് ചേർന്ന് സഹകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ വിജയം എന്ന് ഉദ്ദേശിക്കുന്നത് സാറ് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു വിഭാഗത്തിനും ചെറിയൊരു ജലദോഷപ്പനിയോ അല്ലെങ്കിൽ ഒരു മേലുവേദനയും പനിയും മറ്റുമായിട്ട് വന്നു പോകും. എങ്കിലും മരണനിരക്ക് കുറവാണെങ്കിലും ഈ 3.5 കോടി ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ചെറിയ മരണനിരക്ക് വന്നാൽ പോലും അതൊരു വലിയ സംഖ്യയായി മാറും എന്നുള്ളൊരു സത്യാവസ്ഥ നിലനിൽക്കുന്നതിനാൽ നമ്മൾ ഈ മരണം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം. പിന്നെ അതേപോലെ തന്നെ കൊറോണയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ, ഇതൊരു പുതിയ രോഗമാണ്, നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ പറയുന്ന പല ശാസ്ത്ര വശങ്ങളിലും ചിലപ്പോൾ ഭാവിയിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. നമുക്ക് ഈ കൊറോണ ഇനി മുന്നോട്ട് എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഈ വന്നിട്ടുള്ള രോഗികളിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും വ്യക്തമായ അറിവുകൾ നമുക്കില്ല. ഇതെല്ലാം മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വീക്ഷിച്ച് അതിൻ്റെ എല്ലാം ഡാറ്റ കളക്ട് ചെയ്ത് ശാസ്ത്രീയമായ രീതിയിലാണ് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ഊഹിക്കുന്നതിൽ വലിയ അർത്ഥമില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അപ്പോൾ ഇതിൻ്റെ എല്ലാം കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഇനി ഭാവിയിൽ വരാം എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. ഇതൊരു പുതിയ രോഗം എന്നുള്ള സ്ഥിതിക്ക് ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അതിനാൽ തന്നെ ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ മേഖലകളും
ഒരുമിച്ച് സഹകരിച്ച് പോയാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു കേരള മോഡൽ ഇനിയും തുടർന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനമായിട്ടും വേണ്ടത് ഈ പറഞ്ഞ കൊറോണ വന്നു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മനോഭാവം മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വന്നു പോകുന്ന ആളുകൾ ഒരുപക്ഷെ കൊറോണ പകർന്നു കൊടുക്കുന്നത് വീട്ടിലെ മറ്റു കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്കായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒത്തൊരുമിച്ച് ഈ പറഞ്ഞ പ്രോട്ടോകോൾസ് എല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ മാസ്ക് ഉപയോഗത്തിന്റെ ഒരു പ്രാധാന്യം അതൊരു പക്ഷേ ഈ ഒരു പരിപാടിയിലൂടെ തന്നെ പറയുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും പങ്കുവെക്കുക? നമ്മൾ SMS അതായത് സാനിറ്റൈസേഷൻ, സോപ്പിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മാസ്കിൻ്റെ ഉപയോഗം എല്ലാം ജനങ്ങളിലേക്ക് നമ്മൾ പറയുമ്പോഴും ഈ കൊറോണ എങ്ങനെയാണ് പകരുന്നതെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതായത് സ്രവകണികകളിലൂടെ പടരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയറോസോൾസ് അല്ലെങ്കിൽ എയർബോൺ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ഇത് എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കൊറോണ എങ്ങനെ പകരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്ന മറുപടി നമ്മുടെ കൊറോണ ഒരു രോഗി നമ്മുടെ അടുത്തൊന്ന് തുമ്മിയാലോ ചുമയ്ക്കുമ്പോഴൊക്കെയാണ് പടരുക എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും കൊറോണ നമ്മൾ വിചാരിക്കാത്ത പല രീതിയിൽ കൂടി പടരാം. CDC സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നത്, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയൊക്കെ പറഞ്ഞിട്ടുള്ളത്, കൊറോണ പകരാനുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് CCC, അതായത് ഒരു ക്ലോസ്ഡ് സ്പേസ്, ക്രൗഡഡ് സ്പേസ് അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്ട്, ഈ 3C, അതായത് അടുത്ത് ഇടപഴകുക, ക്രൗഡഡ് സ്പേസ് അതായത് ഒരുപാട് ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, ക്ലോസ്ഡ് ഡോഴ്സ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പല ഓഫീസുകളിൽ മീറ്റിങ്ങുകളും മറ്റും സംഘടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അടഞ്ഞ മുറികളിൽ, പ്രത്യേകിച്ച് AC മുറികളിൽ 8, 10, 15 ആളുകൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇട്ടിരുന്നാൽ പോലും കൂടിയിരുന്ന് മാസ്ക് വെച്ച് വർത്തമാനം പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചായ കൊണ്ട് സെർവ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അപ്പം മാസ്ക് കഴിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് 1-2 വർത്തമാനം പറയുന്നു, ചായ കുടിക്കുന്നു, പിന്നെ തിരിച്ച് മാസ്ക് വെക്കാൻ മറന്നു. ഇങ്ങനെയുള്ള ഇതൊരു പ്രാക്ടിക്കൽ സിനാറിയോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലുള്ള ഇതേ തരത്തിലുള്ള പല സാഹചര്യങ്ങളിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒരു കടയിൽ ചെല്ലുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ യാദൃശ്യമായിട്ട് ഒരു പരിചയക്കാരനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ മാസ്ക് താഴ്ത്തിക്കൊണ്ട് വിഷ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം വളരെ റിസ്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അവിടെയാണ് മാസ്ക് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നതിൻ്റെ പ്രസക്തി വരുന്നത്. മാസ്ക് അല്ലെങ്കിൽ കൊറോണ പകരുന്നതിൻ്റെ ഒരു ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാഹചര്യം ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അടഞ്ഞ മുറിയിൽ എത്രത്തോളം ആളുകൾ കൂടിയിരുന്ന് മാസ്ക് വെക്കാതെ സംസാരിക്കുന്നുവോ, അതും എത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നുവോ അത്രയും വേഗം കൊറോണ മറ്റൊരാളിലേക്ക് പടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഈ സാഹചര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കൂട്ടം കൂടിയെന്ന് വർത്താനം പറയുന്ന സാഹചര്യമുണ്ടെങ്കിൽ കൊറോണ പടരും. ഇതിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അലക്ഷ്യമായ രീതിയിൽ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് കാര്യമില്ല. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, കൊറോണ 90% വരെയെങ്കിലും ഇനിയും നമുക്ക് തടയാൻ സാധിക്കും. പക്ഷേ അത് ഇപ്പോഴും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒന്നില്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിച്ച മാസ്കുകൾ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു, വൃത്തിയില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുക. കൊറോണ അല്ലാതെ ഒരുപക്ഷെ വേറെ പല അസുഖങ്ങളും വരെ പിടിക്കാൻ സാധ്യതയുണ്ട് കൃത്യമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ മോശമായ രീതിയിൽ മോശമായ മാസ്കുകൾ ഉപയോഗിച്ചാൽ. അപ്പോൾ അത് തുണി മാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് ആയിക്കോട്ടെ, N95 ആയിക്കോട്ടെ, ഏത് മാസ്ക് ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫലം ലഭിക്കുകയില്ല. വീട്ടിൽ നിരീക്ഷണത്തിലുള്ള ആളുകൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും സ്വന്തം ശ്വസന നിരക്കും പൾസ് റേറ്റും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 1 മിനിറ്റ് നേരം പൾസ് റേറ്റ് വലത് കൈത്തണ്ടയിലെ തള്ളവിരലിനോട് ചേർന്ന ഭാഗത്ത് 3 വിരലുകൾ അമർത്തി 1 മിനിറ്റ് നേരം പൾസ് എണ്ണി പൾസ് റേറ്റ് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പൾസ് ഓക്സിമീറ്റർ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് രക്തത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട്. എന്തെങ്കിലും അപകട ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടേണ്ടതാണ്. കോവിഡ് പോസിറ്റീവായി വീടുകളിൽ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക രോഗലക്ഷണങ്ങൾ ഇവയൊക്കെയാണ്: സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ, ശ്വാസം കിട്ടാത്ത അവസ്ഥ, നെഞ്ചുവേദന, മയക്കം, രക്തം തുപ്പുക, അമിത ക്ഷീണം, ബോധക്ഷയം, അകാരണമായ നെഞ്ചിടിപ്പ്. ഇത്തരം രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ തന്നെ ഉടനടി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കണം. ദിവസവും ശ്വസന നിരക്ക് പരിശോധിക്കുക. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി നിരന്തരം ബന്ധപ്പെടണം. ഭയപ്പെടാതെ ജാഗ്രതയോടെയുള്ള സമീപനമാണ് ഈ സമയത്ത് സ്വീകരിക്കേണ്ടതെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
ആരോഗ്യ മേഖലയുടെ ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കും. പോസ്റ്റ് കോവിഡ് ക്ലിനിക് എന്നുള്ള ഒരു മുഴ മുൻപേ അങ്ങനെ നിലപാടുകൾ എടുക്കുകയാണ് നമ്മുടെ നാട്. അവിടെ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നതിലേക്ക് കൂടി വരുമ്പോൾ ആ വഴിക്ക് കൂടിയുള്ള ചില പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അത് മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് രോഗബാധിതരായവരുടെ ചില ആശങ്കകൾ, സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, അതിനുകൂടി ഒരു വ്യക്തമായ ഒരു ചിത്രം കൂടി ഉണ്ടാക്കി സമാന്തരമായി തന്നെ പോകേണ്ടതല്ലേ ഡോക്ടർ പവൻ? കോവിഡ് ഡിസ്ചാർജ് കാര്യങ്ങളിൽ ഇപ്പോൾ കുറച്ച് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടി വരുന്ന കേസുകൾ നമ്മുടെ സർക്കാർ മേഖലയിൽ കൂടുതലായിട്ട് ഉൾക്കൊള്ളേണ്ടതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത രോഗികളെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്ഡേഷനാണ് ഡിസ്ചാർജ് ക്രൈറ്റീരിയയിൽ വരുത്തിയിട്ടുള്ളത്. അത് പ്രകാരം ഇപ്പോൾ കാറ്റഗറി എ അല്ലെങ്കിൽ എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള രോഗികളെല്ലാം നമ്മൾ അനാവശ്യമായിട്ട് ആശുപത്രിയിൽ വെച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളെല്ലാം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ടെസ്റ്റിംഗ് നടത്തി നെഗറ്റീവ് ആയതിനു ശേഷം അവരെ വീടുകളിലേക്ക് മാറ്റാനുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളെ ആശുപത്രിയിൽ തന്നെ തുടരുകയും ടെസ്റ്റിംഗ് കുറച്ചും കൂടി 3-4 ദിവസം കൂടി കഴിഞ്ഞ് 14 ദിവസം എത്തുമ്പോൾ തന്നെ ആണ് ടെസ്റ്റിംഗ് നടത്തുന്നുള്ളൂ. ഞാൻ എടുത്തു പറയുന്നു, അതിനകത്ത് കാര്യമായ കുഴപ്പങ്ങളില്ലാത്ത രോഗികളെ അല്ലെങ്കിൽ സിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള രോഗികളെ 10 ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മാറ്റുന്നതിനുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ വേണ്ടിവരുന്ന രോഗികൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റൻസീവ് കെയർ വേണ്ടിവരുന്ന രോഗികൾക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാകും. അതേപോലെ തന്നെ പുറത്ത് വെയിറ്റിംഗിൽ നിൽക്കുന്ന മറ്റു രോഗികൾക്ക് നമുക്ക് കൂടുതൽ ആശുപത്രികളിലേക്കുള്ള ഇൻഫ്ലക്സ് കുറച്ചും കൂടി സുഗമമാക്കാനും ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് നല്ലതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്ത സർക്കാരിനും ആ മേഖലയിലുള്ള എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി ഇതുപോലുള്ള പല അപ്ഡേഷൻസും ഭാവിയിലും വരും. തീർച്ചയായും നമ്മൾ കാലം കടന്നു പോകുന്നതനുസരിച്ച് കൊറോണയുടെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസിലും അല്ലെങ്കിൽ ഈ ഡിസ്ചാർജ് ക്രൈറ്റീരിയയിലെല്ലാം വരുത്തിക്കൊണ്ടേയിരിക്കും. ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് ഞാൻ പറയാൻ കാരണം പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു രോഗമാണ്. ഇതിൽ പലതരത്തിലുള്ള മരുന്ന് പരീക്ഷണങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്നു. അതിൽ ചിലത് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു, ചില മരുന്നുകളെ അതിൽ നമ്മൾ മാറ്റം വരുത്തുന്നു. ഇതെല്ലാം കാലാകാലങ്ങളിൽ നമ്മൾ അതനുസരിച്ചുള്ള അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം പ്രോട്ടോകോളിൽ നമ്മുടെ സ്റ്റേറ്റ് ഇതിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായ രീതിയിൽ പാലിച്ചും വരുന്നുണ്ട്. പ്രത്യേകിച്ചും പകർച്ചപ്പനികളുടെ ഒരു സീസൺ തന്നെ പലപ്പോഴും നമ്മളെ വല്ലാതെ അലട്ടിയിരുന്നു ആരോഗ്യ മേഖലയെ. പക്ഷേ ഈ ഒരു കൈ കഴുകൽ, മാസ്ക് ധരിക്കൽ, കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടം മറുവശത്ത് നമ്മളെ മറ്റു രീതിയിൽ ശക്തരാക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള പകർച്ചപ്പനികളെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനായി ഇതൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിൽ ഇങ്ങനെയും നമുക്ക് സഞ്ചരിച്ച് ഒരു ആരോഗ്യ ശാക്തീകരണം നടത്താം എന്നുള്ളത് അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. താങ്കൾ അതിനെയും ഇപ്പോഴത്തെ സാഹചര്യത്തെയും കൂടെ ആ ഒരു ഗുണപരമായ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ പവൻ? അതെ, ഞാൻ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ കൃത്യമായ മാസ്ക് മറ്റും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് TB പോലുള്ള രോഗങ്ങൾ തുടച്ചു മാറ്റാൻ സാധിക്കും. ഒരുപക്ഷെ TB മാത്രമല്ല, അതുപോലുള്ള നിരവധി പകർച്ചവ്യാധികൾ. ഇപ്പോൾ ഈ വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ, ഞാനൊരു ശിശുരോഗ വിദഗ്ധൻ കൂടിയാണ്. ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളിൽ സാധാരണ വർഷങ്ങളിൽ കണ്ടുവരുന്ന ഈ പറഞ്ഞ പോലെ മറ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പനി, ഇതെല്ലാം വളരെ വലിയ രീതിയിൽ കുറവ് കാണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം സ്കൂള് തുറന്നിട്ടില്ല, സത്യാവസ്ഥ തന്നെയാണ്. എങ്കിലും മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പനി മറ്റും പിടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടീനെ വീട്ടിൽ നിന്നും വെളിയിൽ ഇറക്കാറില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കുട്ടീനെ വെളിയിൽ ഇറക്കാറില്ല. ഞാൻ പറഞ്ഞു, TV എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ മൊബൈൽ എപ്പോഴും കാണുന്നതൊക്കെ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇറക്കി ഒന്ന് മാസ്ക് ഒക്കെ ഇടിച്ച് ഒന്ന് സൈക്കിളോട്ടാൻ കൊണ്ടുപോകും മറ്റു ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇല്ലില്ല സാറേ, ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കുട്ടീനെ വെളിയിൽ തന്നെ ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഇത് രണ്ട് വശങ്ങളുണ്ട്. കൃഷ്ണകുമാർ സാറ് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. അതായത് കുട്ടീനെ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ തളച്ചിടേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അത് പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള രോഗങ്ങളും മറ്റും പിടിക്കാതിരിക്കുന്നതിന് ഇതുപോലുള്ള സാഹചര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പല ഇൻഫെക്ഷൻസ്, TB പോലുള്ള അസുഖങ്ങളും മറ്റും വരാതിരിക്കാനും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനും മറ്റും ഇങ്ങനെയുള്ള പല മുൻകരുതലുകൾ, കൊറോണയ്ക്ക് വേണ്ടി എടുക്കുന്ന പല സ്റ്റെപ്സും അതിന് സഹായകരമാവും. അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമർ സാറ് പറഞ്ഞ പോലെ നേരത്തെ
പല തെറ്റായ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ ഇതെല്ലാം മരുന്ന് മാഫിയയുടെ വലിയൊരു കളിയാണ്, ഇതിലൊന്നും സത്യാവസ്ഥകളില്ല, ഇപ്പോൾ ആരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലല്ലോ എന്നുള്ള വളരെ രസകരമായിട്ടുള്ള തമാശ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിച്ചായിട്ട് കണ്ടു. പക്ഷേ കൃത്യമായി പറയട്ടെ, ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് മരുന്ന് മുടക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും അതിൻ്റെ കോംപ്ലിക്കേഷനുകളുമായി ആശുപത്രിയിൽ എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളും മറ്റുമുള്ള ആളുകൾ അതിനുള്ള മരുന്ന് കാര്യങ്ങളൊന്നും മുടങ്ങാതെ കൃത്യമായി തന്നെ തുടരുക. അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഈ കൊറോണ കാലത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ സമയം ലഭ്യമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭക്ഷണ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ്, വ്യായാമം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടി നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അമർ സാർ പറഞ്ഞ പോലെ വ്യാജ പ്രചരണങ്ങൾ, ഈ കൊറോണയെ കുറിച്ചെല്ലാം പല പ്രചരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൊറോണയെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണമെങ്കിൽ തീർച്ചയായും പറയുന്ന ആൾക്ക് വൈറോളജി അല്ലെങ്കിൽ എപ്പിഡമിയോളജി, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലെല്ലാം അഗാധമായ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കി പുറത്തേക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ആളുകൾ വളരെ തെറ്റായ രീതിയിലുള്ള മെസ്സേജസ് എല്ലാം ഇപ്പോഴും പടർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്കൊന്നൊരു നാച്ചുറൽ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള, നമുക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ആണ് എപ്പോഴും ഇഷ്ടം. ഒരുപക്ഷെ കൊറോണയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകൾ അത്ര നല്ലതായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ കൊറോണയുടെ വാർത്തകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഒരു ടെൻഡൻസി ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലും മറ്റും വരുന്ന വ്യാജ പ്രചരണങ്ങളിൽ കൊറോണ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊറോണ തടുക്കാൻ സാധിക്കും, അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ പൊടിക്കൈകൾ, കാര്യങ്ങൾ, വ്യാജമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ജനങ്ങൾ അതിൻ്റെ എല്ലാം പുറകെ പോകുന്നു, അതിനെല്ലാം വിശ്വസിച്ച് പോകുന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ഇതെല്ലാം കൃത്യമായ മോണിറ്ററിങ്ങും കാര്യങ്ങളും വെച്ചുകൊണ്ട് പല ഓൺലൈൻ മെഡിക്കൽ പ്ലാറ്റ്ഫോംസ് തന്നെ ഇതിനെല്ലാം കൃത്യമായ ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻസ് എല്ലാം കൃത്യമായി വന്നു പോകുന്നു. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ ഉൾപ്പെടെ പല തെറ്റായ രീതിയിലുള്ള കൊറോണ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞ പല രീതിയിലുള്ള വാർത്തകളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം കാലാകാലങ്ങളിൽ ഗവൺമെന്റും IMA പോലുള്ള സംഘടനകളും എല്ലാം അതിനുവേണ്ട വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് തെറ്റായതിനെല്ലാം തെറ്റാണെന്നും ശരിയായതിനെല്ലാം ശരിവെച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളും എല്ലാം ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ വലിയ ഇടപെടൽ, ഓരോരുത്തരുടെയും ഇടപെടൽ വേണ്ട സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് പ്രായം ചെന്നവരെ ഒരുപക്ഷെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിൽ, കുട്ടികളെ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ, വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവരെ അവർക്ക് ഒരു നേരം ആഹാരം എത്തിച്ചും അവർക്ക് സാന്ത്വനമായും ഒക്കെ നിലകൊള്ളേണ്ട സമയമാണ് ഈ ഒരു കോവിഡ് പ്രതിസന്ധി കാലം. മാത്രമല്ല സാമൂഹ്യ ജാഗ്രത നാം ഓരോരുത്തരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരാം. കോവിഡ് പോസിറ്റീവായ ഗൃഹനാഥനെ കൈകളിൽ കോരിയെടുത്ത് പടിക്കെട്ടുകൾ കടന്ന് നടന്ന് ആംബുലൻസിലെത്തിച്ച ബിജു എന്ന ആരോഗ്യപ്രവർത്തകനെ മറ്റെന്ത് വിളിക്കും? കടപ്ലാമറ്റം ഇലക്കാട് കോളനിയുടെ സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഗൃഹനാഥന്റെ വീട് റോഡിൽ നിന്ന് 40 അടിയിലധികം താഴെ. ആംബുലൻസ് എത്തില്ല. ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കുറുവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആംബുലൻസ് എത്തി. ഡ്രൈവർ അനൂപിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതോടെ രോഗിയെ ആംബുലൻസിലെത്തിക്കുന്ന ചുമതല ബിജു ഏറ്റെടുക്കുകയായിരുന്നു. ആ കുടുംബത്തിന് 3 പേരും കോവിഡ് രോഗികളായതിനാൽ വേറൊരാളെ നമുക്ക് ആ വീട്ടിൽ ഇരുത്തി തന്നെ അദ്ദേഹത്തെ ചികിത്സ കൊടുക്കാനുള്ള സാധ്യമല്ലാത്തതിനാൽ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റൊന്നും ആലോചിക്കാൻ നിന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് രാത്രി 7:30 മണിയായി. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആശുപത്രിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേറൊരു വഴിയില്ലാത്തതിനാൽ തീർച്ചയായും എനിക്ക് തന്നെ അങ്ങനെ ചെയ്യേണ്ടി വന്നേ ഉള്ളൂ. കൊറോണ ഈ ഒരു കാര്യം മാത്രമല്ല, ബിസാറിനെ ഞാൻ കാണുന്ന നാൾ മുതൽ ബിസാർ ഇങ്ങനെയാണ്. ഭയങ്കര മനുഷ്യത്വപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഭയങ്കര സർവീസബിളാണ്. ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഇതുപോലുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുവാണ്. അതേപോലെ തന്നെയാണ് ജോലിയിലും വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ള കാര്യമില്ല, ഈ PHCയിൽ തന്നെയാണെങ്കിലും വേറെ ഏത് സെക്ഷനിലും പഞ്ചായത്തിലായാലും ഏത് മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലാ ഹെൽപ്പും എല്ലാ ആൾക്കാർക്കും ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിക്കുന്ന ഒരാളാണ്. പഞ്ചായത്തിലെ പ്രേരക് അശോക് കുമാറും സഹായത്തിനെത്തി. കടപ്ലാമറ്റത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ബിജു. ഉഴവൂരിൻ്റെയും കടപ്ലാമറ്റത്തിൻ്റെയും മാത്രം മാതൃകയില്ല, നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ മാതൃകയാണ് ഇങ്ങനെയുള്ള ഓരോരുത്തരും. ശ്രീ ബിജുവിനെ പോലുള്ളവർ വലിയ മാതൃകയെ നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ടാകട്ടെ.
അമര സാറെ, നമ്മളിപ്പോൾ കണ്ട ആ ഒരു ദൃശ്യം നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്നതാണ്. ഡോക്ടർ പവൻ മറ്റൊരു കാര്യം ഇതോടൊപ്പം ചേർത്ത് തന്നെ സഞ്ചിത പ്രതിരോധ ശേഷി പലരും ഇപ്പോൾ കൂടുതലായി ഉപയോഗിച്ച് കേൾക്കുന്നൊരു വാക്കാണ്. നമുക്ക് ഈ രോഗം വന്ന് മാറിയിട്ടുണ്ടാകുമോ, ഒരുപക്ഷെ ഇനി വരില്ലായിരിക്കാം. അതൊരു പക്ഷേ ചെറിയൊരു അപകടത്തിലേക്കോ ഒരു അമിത ആത്മവിശ്വാസം കാരണം ചെറിയ തെറ്റുകളിലേക്കോ ഒരുപക്ഷെ നയിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള അവരോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് സഞ്ചിത പ്രതിരോധ ശേഷി അതിലേക്ക് ഒരു ഉത്തരമായി പറയാനുള്ളത് എന്താണ് ഡോക്ടർ? അത് ഒരു തെറ്റായ ധാരണ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് അസുഖം വന്ന് പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അത് കൃത്യമായി അറിയണമെങ്കിൽ അതിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റുകൾ മറ്റും നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് വന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ടെസ്റ്റുകൾ മറ്റും ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ആർക്കൊക്കെ വന്നു പോയി എന്ന ഒരു റിസർച്ച് അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു ആത്മവിശ്വാസത്തിന് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എനിക്കിത് വന്നു പോയിട്ടുണ്ടാകും, അപ്പോൾ പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. തീർച്ചയായും എനിക്ക് വന്നിട്ടില്ല, എനിക്കിനി വരാതിരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനുവേണ്ടി ചെയ്യേണ്ട പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അമർ സാറ് പറഞ്ഞ പോലെ അതിനു വേണ്ടിയിട്ടുള്ള കരുതൽ നമ്മൾ പകർന്നു കൊടുക്കണം. അതായത് ആരെങ്കിലും ഒരാൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട്, ഒരുപാട് ആളുകൾ എങ്ങനെ കാണുന്നുണ്ട്, എനിക്കിത് വന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എനിക്കിത് വന്നാലും വലിയ കാര്യമായിട്ടൊന്നും വരില്ല, ഒരു ചെറിയ ജലദോഷമായിട്ട് വന്നു പോകും, നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് അപകടമാണ്, അവരവർക്കും തന്നെ അവരുടെ കുടുംബത്തിനും പ്രശ്നം വരുത്തി വയ്ക്കുന്ന ഒരു കൂട്ടരാണ്. അത് നല്ല രീതിയിൽ അങ്ങനെ കാണുന്ന ആളുകളെ, നമുക്ക് അറിയാവുന്ന ആളുകളെല്ലാം അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തെറ്റായ രീതിയിൽ നിന്നും മാറ്റി കൃത്യമായ വസ്തുതകൾ മനസ്സിലാക്കി, അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം, അങ്ങനെയല്ല, എത്രത്തോളം വരാതിരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്നും നമുക്കൊന്നും അറിയില്ല. അതൊന്നും അറിയാത്ത സ്ഥിതിക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മറ്റൊരു കാര്യം കൂടി, വരുവാണെങ്കിൽ തന്നെ വിദഗ്ധർ പറയുന്നത്, എപ്പോഴും പറയുന്നത് ഏറ്റവും അവസാനം വരാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും ആദ്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ശാസ്ത്രവും അത്രത്തോളം വളർന്നിട്ടുണ്ടാവില്ല. സമയം കഴിയുന്തോറും ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളും കൂടുതൽ നമുക്കും മനസ്സിലായി വരും. അതുകൊണ്ട് കൂടുതൽ മികച്ച ചികിത്സ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നമുക്ക് നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പ്രതിരോധ ശേഷിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് അസുഖം വരില്ല എന്നുള്ളൊരു ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നത് വളരെ അപകടം പിടിച്ചൊരവസ്ഥയാണ്. ആശങ്കയല്ല, ജാഗ്രത തന്നെയാണ് വേണ്ടത്. കൈ കഴുകുക, വെറുതെ കഴുകിയാൽ പോരാ, നന്നായി തന്നെ കഴുകുക, മാസ്ക് ധരിക്കുക ശരിയായ രീതിയിൽ തന്നെ, അതോടൊപ്പം ശാരീരിക അകലം പാലിക്കുക. അതേസമയം ഇഴയെടുപ്പത്തോടെ മാനസിക ഒരുമയോടെ നമുക്ക് കൊറോണയ്ക്കെതിരെ പോരാടാം. വളരെയധികം നന്ദി ഡോക്ടർ അമർ ഫെറ്റിൽ, ഡോക്ടർ പവൻ, ഒപ്പം ഡോക്ടർ കൃഷ്ണകുമാർ. ഇത്രയും നേരം മുന്നോട്ട് നയിച്ചതിന് നന്ദി. നമസ്കാരം.